ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടി വന്നൊരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ ആയിരിക്കെ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് ഈ ഒരു മേഖലയോട്ട് കയറി വന്ന് ഇന്ന് ഒരുപാട് ആൾക്കാർ ഒരു ലീഡിംഗ് ഓണ്ടർപ്രണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കോട്ടയം സ്വദേശിയായിട്ടുള്ള അവർ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഫവാസ് അബ്ദുൾ റഷീദ് സാറെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രസന്റേഷന് വേണ്ടിയിട്ട് ഞാൻ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഫവാസ് സർ, മോസ്റ്റ് ബിലോഡ് വെൽക്കം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓഡിബിൾ അല്ലേ സർ? യെസ്, ഓഡിബിൾ ആണ് സർ. ഓക്കെ, വളരെ മനോഹരമായി തന്നെ മിഥുലാൽ സാർ എന്നെ പരിചയപ്പെടുത്തി. പേര് ഫവാസ് അബ്ദുൾ റഷീദ് എന്നാണ്. സ്വദേശം കോട്ടയം ജില്ലയാണ്. എനിവേ, സാറ് പറഞ്ഞ പോലെ തന്നെ വരുന്ന ഒരു 40-45 മിനിറ്റ് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും, മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മുഴുവൻ ശ്രദ്ധയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൃഷ്ടിച്ച, അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒരു മാറ്റം സൃഷ്ടിച്ച ഒരു അവസരത്തെ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ ഒരു പ്രസന്റേഷന്റെ സഹായത്തോടുകൂടി ഞാൻ ആ ഒരു പാർട്ടിലേക്ക് കടക്കുന്നതായിരിക്കും. ഐ തിങ്ക് മിഥുലാജ് സാർ സ്ക്രീൻ വിസിബിൾ അല്ലേ? ഓക്കെ സർ, വിസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻഡസ് വിവ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു വെർച്വൽ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഇന്ന് ഏകദേശം 100-ലധികം ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരുപക്ഷെ ഇപ്പോ ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടായിരിക്കാം ഒരു ബന്ധുവിന്റെ സുഹൃത്തിന്റെ ഒക്കെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തിരുന്നിട്ടോ തിരിച്ച് റിട്ടേൺ ട്രാവലിംഗിലോ ഒക്കെ ആയിരിക്കാം നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രോഗ്രാം ഇന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്നത്. ഇന്ന് എന്നെയും നിങ്ങളെയും പോലെ ലോകത്ത് വരുമാനം വാങ്ങുന്ന മുഴുവൻ ആളുകളെയും പറ്റി ലോക പ്രശസ്തനായിട്ടുള്ള എക്കണോമിസ്റ്റ് റോബർട്ട് ടി ക്യോസക്കി പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്റെ സെഷൻ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ദ ന്യൂയോർക്ക് ടൈം മാഗസിന്റെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ അദ്ദേഹം പറയുകയാണ്, ഇന്ന് ലോകത്ത് വരുമാനം വാങ്ങുന്ന ആളുകൾ 4 കാറ്റഗറിയിലുള്ള ആളുകളാണ്. അവരാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് എംപ്ലോയീസ്, ഒരു ദിവസ വേതനത്തിനോ മാസവേതനത്തിനോ ഡെയിലി 8 മുതൽ 10 അല്ലെങ്കിൽ 12 മണിക്കൂർ വർക്ക് ചെയ്ത് വരുമാനം സാലറി വാങ്ങുന്ന ആളുകളാണ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി സെൽഫ് എംപ്ലോയീസ്. അവർ സ്വന്തമായിട്ടൊരു തൊഴിൽ സൃഷ്ടിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊക്കെ കാണും, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം, അഡ്വക്കേറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഷോപ്പ്, നാട്ടിൽ ഒരു ചെറിയൊരു ഹോട്ടലോ റെസ്റ്റോറന്റോ ഒക്കെ റൺ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരെയൊക്കെ സെൽഫ് എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാറ്റഗറി ആളുകളുണ്ട്, ദേ ആർ കാൾഡ് ബിസിനസ് ഓണേഴ്സ്. നമുക്കറിയാം, ധിരുഭായ് അംബാനിയെ പോലെ, യൂസുഫ് അലി സാഹിബിനെ പോലെ, രവി പിള്ളയെ പോലെ അവരുടെ സ്ഥാപനത്തിൽ നിന്നും ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ ഇനി ഒരു 6 മാസമോ മാറി നിന്നാൽ പോലും കൃത്യമായിട്ട് അവിടെ ബിസിനസ് അവിടെ റൺ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, സിസ്റ്റം റൺ ചെയ്യും, അവരുടെ പ്രോഫിറ്റ് കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടായിരിക്കും. അവരെയാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു കാറ്റഗറി ആളുകളുണ്ട്, ദേ ആർ കാൾഡ് ഇൻവെസ്റ്റേഴ്സ്. വാരൻ ബഫറ്റിനെ പോലെ, ഗോപാലിനെയൊക്കെ പോലുള്ള ആളുകൾ നമുക്കറിയാം. അവരുടെ പണം പല മേഖലകളിലും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പണം അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടായിരിക്കും, അവർക്ക് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഈ 4 കാറ്റഗറി അല്ലാതെ 5ാമതൊരു കാറ്റഗറിയിൽ ഇന്ന് ലീഗലി, നിയമപരമായിട്ട് ലോകത്ത് ആരും തന്നെ വരുമാനം വാങ്ങുന്നില്ല. റോബർട്ട് ടി ക്യോസക്കി എന്നിട്ട് പറയുകയാണ്, ഈ 4 കാറ്റഗറിയും അദ്ദേഹം 2 ക്വാഡ്രന്റ് ആയിട്ട് തിരിക്കുകയാണ്. ലെഫ്റ്റ് ക്വാഡ്രന്റിൽ എംപ്ലോയീസിനെയും സെൽഫ് എംപ്ലോയീസിനെയും, റൈറ്റ് ക്വാഡ്രന്റിൽ ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറിയെ തിരിച്ചിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലേക്ക് പ്രസ്താവന ഇറക്കിയാണ്. ലെഫ്റ്റ് ക്വാഡ്രന്റിലെ എംപ്ലോയീസ് ആയിക്കോട്ടെ, സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലുള്ള ആളുകളായിക്കോട്ടെ, അവർക്ക് ദേ ഹാവ് ഓൺലി ഫൈനൈറ്റ് ഇൻകം. ഒരു ദിവസം 600 രൂപ അല്ലെങ്കിൽ 800 രൂപ, അല്ലെങ്കിൽ ഒരു മാസം ഒരു 18,000 അല്ലെങ്കിൽ 20,000 25,000, അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള ഇൻകം ആയിരിക്കും. അവിടെ ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. ഞാനൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് അവിടെ സാലറി കിട്ടുകയുള്ളൂ. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ സാലറി കട്ടാവുകയാണ്. ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. ദെൻ ആക്റ്റീവ് ഇൻകം ആണ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ 6 മാസം അല്ലെ 1 വർഷം അല്ലെ 6 വർഷം ജോലി ചെയ്തു എന്നതിന്റെ പേരിൽ എന്റെ കാലത്ത് ശേഷം എന്റെ ഫാമിലിയിലേക്ക് യാതൊരു വിധമായിട്ടുള്ള ബെനിഫിഷ്യറി അല്ലെങ്കിൽ ബെനിഫിറ്റ്സും വരുന്നില്ല. അതേസമയം റൈറ്റ് ക്വാഡ്രന്റിലുള്ള ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് ഇൻഫൈനൈറ്റ് ഇൻകം. യൂസുഫ് അലി സാഹിബിന്റെ ഒക്കെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ പ്രോഫിറ്റ് എത്രത്തോളം ഒന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യുന്നതിന് അപ്പുറമാണ്, ഇൻഫൈനൈറ്റ് ആണ്. ഒരു ടീം എഫേർട്ടാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിൽ ഇന്ന് 35,000-ഓളം വരുന്ന എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ സെഗ്മെന്റിലായിട്ട് പല കാറ്റഗറി ഗ്രേഡിലുള്ള തൊഴിലാളികൾ വർക്ക് ചെയ്ത് ഒരു ടീം വർക്കിലൂടെയാണ് അദ്ദേഹം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ അതൊരു പാസീവ് ഇൻകം ആണ്. നമുക്കറിയാം, റിലയൻസ് ഗ്രൂപ്പ് ധീരുഭായ് അംബാനിയുടെ 2ാമത്തെയോ 3ാമത്തെയോ തലമുറയാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്തത്. കൃത്യമായിട്ട് നമ്മുടെ കാലശേഷവും അതിന്റെ പ്രോഫിറ്റ് നമ്മളുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ടായിരിക്കും. അതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. സോ അദ്ദേഹം പറയുകയാണ്, ഇന്ന് ലോകത്ത് ഫൈനാൻഷ്യലി ഫ്രീഡം അഥവാ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മുഴുവൻ വ്യക്തികളും ഈ ബിസിനസ്മാൻ ആൻഡ് ഇൻവെസ്റ്റർ കാറ്റഗറിയിൽ അഥവാ റൈറ്റ് ക്വാർട്ടറിൽ വരുന്ന ആളുകളാണ്.
സ്വാഭാവികമായിട്ടും നെസറിനോ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ നോക്കിയാൽ സാമ്പത്തികമായിട്ടും ഇന്ന് ഉന്നതിയിലുള്ള ആളുകളെല്ലാം തന്നെ ഒന്നുകിൽ ബിസിനസ്സുകാരോ ഇൻവെസ്റ്റേഴ്സോ ആയിരിക്കും. കാരണം ദേ ആർ ഓൺട്രപ്രണേഴ്സ്. അവരെല്ലാവരും തന്നെ സംരംഭകരാണ്, വ്യവസായികളാണ്, ബിസിനസ്സുകാരാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കരിയറാണ് ഇന്ന് ഓൺട്രപ്രണർഷിപ്പ് അഥവാ സംരംഭകത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം റിവാർഡിംഗ് ആയിട്ടുള്ള റെസ്പെക്ട് കിട്ടുന്ന ഒരു മേഖല അത് none other than ഓൺട്രപ്രണർഷിപ്പ് ആണ്, സംരംഭകത്വം തന്നെയാണ്. നമുക്ക് നമ്മുടെ ബോസ് ആവാനുള്ള അവസരം, മറ്റാരുടെയും കീഴിൽ നമുക്ക് പണിയെടുക്കേണ്ട, മറ്റാരുടെയും മറ്റു വാക്കുകളോ മോശം വാക്കുകളോ ഒന്നും നമുക്ക് കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നില്ല. അതുമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു തൊഴിൽ അവസരം സൃഷ്ടിക്കാൻ എപ്പോഴും ഓൺട്രപ്രണേഴ്സിന്, സംരംഭകർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം വർക്കിംഗ് ഫ്ലെക്സിബിൾ ടൈം, നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിൾ ടൈമിൽ കൃത്യം 9 മണിക്ക് പഞ്ച് ചെയ്യുക, ഉച്ചയ്ക്ക് 1 മണിക്ക് പഞ്ച് ഔട്ട് ചെയ്യുക, അങ്ങനെ ഒരു ഷെഡ്യൂൾഡ് ടൈം അല്ല, നമുക്ക് ഫ്ലെക്സിബിൾ ടൈമിൽ വർക്ക് ചെയ്യാൻ സാധിക്കും നമ്മളൊരു ഓൺട്രപ്രണർ ആണ് എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി പോലും പറയുന്നത് entrepreneurs are the wealth creators of nation. നമ്മുടെ രാജ്യം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഇവിടുത്തെ കർഷകരോ പ്രവാസികളോ ഗവൺമെന്റ് എംപ്ലോയീസോ ഒന്നുമല്ല ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക ഘടന ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മറിച്ച് സംരംഭകരാണ്, വ്യവസായികളാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പോലും പറയുന്നു. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സംരംഭകത്വം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ പല ആളുകളും ജീവിതത്തിന്റെ പല കാലഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഒരു സംരംഭകൻ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ റിസോഴ്സസ് ആയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് വേണം? ഓഫ് കോഴ്സ് ക്യാപിറ്റൽ വേണം, മൂലധനം വേണം, ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്യണം. രണ്ടാമത്, കോടികളോ ലക്ഷങ്ങളോ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും ഒരു ഐഡിയ വേണം എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. നമ്മൾ ഭൂരിഭാഗം ആളുകളുടെയും ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത് അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നാണ്. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് അല്ല, മറിച്ച് ഐഡിയ ആണ്. നല്ലൊരു ഐഡിയ, നല്ലൊരു ആശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും ഒരു സംരംഭകത്വ യാത്രയിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ബന്ധു അല്ലെങ്കിൽ സുഹൃത്ത് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പക്കലുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടിരിക്കുക. നമ്മൾ ചെറിയ ക്ലാസ് കൊണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് 1 + 1 + 1 = 3. ഒന്നും കൂട്ടി കഴിഞ്ഞാൽ 3 തന്നെയാണ് അല്ലെ? പക്ഷെ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇറ്റ്സ് എ സിനർജി. ഒരു സിനർജി ആണ് 1 + 1 + 1 = 111. അഥവാ ഒന്നും ചേർന്ന് കഴിഞ്ഞാൽ 3-നേക്കാൾ മൂല്യം നൽകുന്ന, 111ന്റെ ഇരട്ടിയിലധികം മൂല്യം നൽകുന്ന ഒരു സിനർജിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സിനർജി 21ാം നൂറ്റാണ്ടിലെ എല്ലാ ബിസിനസ് മോഡലുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിനർജി കാണാൻ സാധിക്കും. എന്താണ്? ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ആശയം നമുക്ക് നല്ലൊരു ഇൻവെസ്റ്ററെ പോയി കണ്ട് അപ്പീൽ ചെയ്യാൻ, കൺവീൻസ് ചെയ്യിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ആ ഒരു ഐഡിയയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒട്ടനവധി എക്സാമ്പിൾ. ഇപ്പൊ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും മുമ്പിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ബൈജു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു കണ്ണൂരുകാരൻ. അദ്ദേഹത്തിന്റെ ഒരു ഐഡിയ അദ്ദേഹം പല ആളുകളോടും ഷെയർ ചെയ്തു. ഇന്ന് മെറ്റാ ഗ്രൂപ്പ് അഥവാ ഫേസ്ബുക്ക് ഉൾപ്പെടെ ഇന്ന് ബൈജൂസ് ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു ഓൺട്രപ്രണർ ആവാൻ സാധിക്കും. അത്തരത്തിലൊരു സിനർജിയാണ് 111ന്റെ എഫക്ട് ഉള്ള സിനർജിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ മൂവ് ടു ദാറ്റ്. ദ ഫസ്റ്റ് വൺ, ആദ്യത്തെ ഒന്ന് എന്ന് പറയുന്നത് none other than health and wellness എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ് മേഖലയുടെ സാധ്യത ഈ കോവിഡ് അനന്തരം ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മളെല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മേഖലയുടെ സാധ്യത മനസ്സിലായിക്കൊണ്ട് ഇന്ത്യയെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രതിവർഷം 12% ഗ്രോത്ത് റേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ. ഈ ഒരു മേഖലയുടെ സാധ്യത മനസ്സിലായിക്കൊണ്ട് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റില് കേന്ദ്ര സർക്കാർ പോലും ആയുഷ് മന്ത്രാലയത്തിന്റെ പ്രവർത്തനത്തിനും അതിന്റെ മെയിൻ്റനൻസിനും വേണ്ടിയിട്ട് ഏകദേശം 3600-ലധികം കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ വകയിരുത്തി കഴിഞ്ഞു. നമ്മളുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള ആയുഷ് മന്ത്രാലയത്തിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള സർബാനന്ദ സോനോവാൾ, അദ്ദേഹത്തിന് ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആയുഷ് ക്യാൻ പ്ലേ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മേക്കിംഗ് ന്യൂ ഇന്ത്യ. ഒരു പുതിയ ഇന്ത്യയെ വാർത്തെടുക്കാനായിട്ട് ആയുഷ് മന്ത്രാലയം വലിയൊരു റോള് വഹിക്കുന്നു എന്നാണ്. അത്രയും വളർച്ച കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി. സോ ദ സെക്കൻഡ് വൺ ഈസ് none other than direct selling.
ഒരുപക്ഷെ ഈ ഒരു വാക്ക് നമുക്കെല്ലാം സുപരിചിതമായിരിക്കും. ഇന്ന് ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടിലൂടെയും ഒക്കെ നമ്മൾ ഇടനിലക്കാരെയും പരസ്യക്കാരെയൊക്കെ ഒഴിവാക്കി കമ്പനിയിൽ നിന്നും ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നും നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകളാണ് നമ്മൾ ഭൂരിഭാഗം ആളുകൾ. സോ ഡയറക്ട് സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു പിക്ചറിൽ കാണുന്ന ഒരു വ്യക്തി നമുക്ക് സുപരിചിതമാവും. ലോകം കണ്ട ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുൻ US പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, ഏറ്റവും പഴക്കം ചെന്നതും മോസ്റ്റ് റെസ്പെക്റ്റബിൾ, ഒരുപാട് അഭിമാനം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലും കാലത്തിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊണ്ട് അതിജീവിച്ച ഒരു ബിസിനസ് മോഡൽ ആണ് എന്നാണ് പറയുന്നത്. സോ അത്രയും വളർച്ച കാണിക്കുന്ന ഒരു മേഖലയാണ്. ദ സെക്കൻഡ് വൺ ഈസ് ഡയറക്ട് സെല്ലിംഗ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റിന്റെ പ്രസക്തി ഇന്നിപ്പോ എന്റെ ശബ്ദം നിങ്ങൾ ശ്രവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇന്റർനെറ്റിന്റെ സഹായമുള്ള ഒരു മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ആയിരിക്കാം നിങ്ങൾ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടിയത് വാട്സപ്പിലൂടെ ഫേസ്ബുക്ക് ഇൻവിറ്റേഷനിലോ കൂടെ ആയിരിക്കാം അല്ലെ. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇന്റർനെറ്റ്. ബിൽ ഗേറ്റ്സ് ഇന്റർനെറ്റ് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു വ്യക്തിയാണ്, മഹത്തരമായിട്ടുള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഒരു ബിസിനസ് മാൻ ആണ് ബിൽ ഗേറ്റ്സ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ബിസിനസ് അത് എന്തുമായിക്കോട്ടെ, ഒരു ചെറുകിട സംരംഭം തൊട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനി എന്തുമായിക്കോട്ടെ, അത് ഇന്റർനെറ്റിൽ അല്ല എന്നുണ്ടെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ ബിസിനസ് എന്നാണ്, നമ്മൾ ബിസിനസ്സിന് പുറത്താണ് എന്നാണ് പറയുന്നത്. അത്രയും കാലത്തിനനുസരിച്ച് പ്രസക്തിയുള്ള ഒരു മേഖലയാണ് ഇന്റർനെറ്റ്. ഈ മൂന്ന് മേഖലകളുടെയും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ്, ഡയറക്ട് സെല്ലിംഗ്, ഇന്റർനെറ്റ്, ഈ മൂന്ന് മേഖലകളുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിനർജിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനി. ഇറ്റ്സ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി 2014 പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനി 2017 ഓൺ കോർപ്പറേറ്റ് ബിൽഡിംഗ് വിവ ടവറിന് പേരിൽ ബാംഗ്ലൂർ സ്വന്തം കോർപ്പറേറ്റ് ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ മുൻനിര ന്യൂട്രാസ്യൂട്ടിക്കൽ ഹെർബൽ എക്സ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ബയോ ആക്റ്റീവ്സ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയുമായിട്ടാണ് ഈ ഇൻഡസ് വിവയുടെ R&D ഡിപ്പാർട്ട്മെന്റിന്റെ ടെക്നിക്കൽ കൊളാബറേഷൻസ് എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത്. ദെൻ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ നീലിമംഗല ബേസ് ചെയ്തുകൊണ്ട് പെർ മന്ത് 5.5 lakh പെർ യൂണിറ്റ് പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള ജൈന്റ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഓൺ ചെയ്ത ഒരു കമ്പനിയാണ്. കമ്പനിയുടെ സർട്ടിഫിക്കേഷൻസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കമ്പനി മാർക്കറ്റിൽ മുന്നോട്ട് വെക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും. അതോടൊപ്പം ജൂയിസ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് കോഷർ സർട്ടിഫിക്കേഷൻ, ഇസ്ലാമിക് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഹലാൽ സർട്ടിഫിക്കേഷൻ, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് അഥവാ GMP സർട്ടിഫൈഡ് ആയിട്ടുള്ള മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ കരസ്പർശം ഏൽക്കാതെയാണ് ഈ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. ISO സർട്ടിഫൈഡ്, ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അത്യാധുനിക ജർമ്മൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സാപ്പ് ഫുള്ളി ഇന്റഗ്രേറ്റ് ചെയ്തൊരു കമ്പനിയാണ്. അതോടൊപ്പം വലിയ റിലയൻസ് പോലുള്ള വൻകിട ബിസിനസ്സുകാർ മാത്രം മെമ്പേഴ്സ് ആയിട്ടുള്ള കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അഥവാ CII മെമ്പർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2014 ആരംഭിച്ച് ഏകദേശം 9 വർഷം പിന്നിടുമ്പോൾ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇന്ന് 23ലധികം രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സംതൃപ്തരായിട്ടുള്ള ഉപഭോക്താക്കളെ അഥവാ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തൊരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഈ ഒരു കമ്പനി നല്ലൊരു ആശയം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്. ആശയം രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ്, ഇതിന് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമുണ്ടോ? പലരും ചിന്തിക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് വേണ്ടിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും പ്രൊഡക്ഷനിലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലും എല്ലാം കമ്പനി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോടിക്കണക്കിന് രൂപ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അങ്ങനെയുള്ള ഈ ഒരു കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഓൺട്രപ്രണർഷിപ്പ്, ഒരു സംരംഭകത്വത്തിലേക്കാണ് നിങ്ങളെ ഇവിടെ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരു സംരംഭകത്വം എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് ഇറ്റ്സ് സെല്ലിംഗ്, കച്ചവടമാണ്. നമുക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭത്വം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ റോൾ മോഡലായിട്ട് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് ധിരുഭായ് അംബാനി. അദ്ദേഹം പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബി എ ഗുഡ് സെയിൽസ്മാൻ ഇവൻച്വലി യു വിൽ ബിക്കം എ ഗുഡ് ബിസിനസ്മാൻ. നല്ലൊരു സെയിൽസ്മാൻ ആയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സുകാരനാവാൻ സാധിക്കുകയുള്ളൂ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കരിയറാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നോബിൾ ആക്ട്, ഇതൊരു കലയാണ്. ആരെയും ചീറ്റ് ചെയ്യുന്നതോ ആരുടെ മുമ്പിലും പോയി ബെഗ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു ഒന്നല്ല സെയിൽസ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ഏതൊരു സ്ഥാപനമായിക്കോട്ടെ, ഏത് സംരംഭമായിക്കോട്ടെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സംരംഭത്തിലേക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന, വരുമാനം സൃഷ്ടിക്കുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് വഴി മാത്രമാണ്. അവിടുത്തെ മറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റോ മാർക്കറ്റിംഗ്
ഡിപ്പാർട്ട്മെന്റോ HR ഡിപ്പാർട്ട്മെന്റോ ഒന്നുമല്ല. അവിടെയൊക്കെ പണം പുറത്തേക്ക് ഒഴുകുകയാണെങ്കിൽ പണം ആ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലൂടെ മാത്രമാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. അതും ഇൻഫോർമേറ്റീവ് സെല്ലിങ്. നമുക്ക് നമ്മുടെ ചോയ്സിനുള്ള ഉൽപ്പന്നങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെയിൽസ് വർദ്ധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണം ആമസോണും ഫ്ലിപ്കാർട്ടും നമ്മൾ ഡെയിലി മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഡ്രസ്സോ ഗാർമെന്റ്സോ ലാപ്ടോപ്പോ ഒക്കെ കയറി ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സെർച്ച് ചെയ്യും. നമ്മുടെ ബഡ്ജറ്റിനുള്ള നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഒരുപാട് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇന്ന് ആമസോണും ഫ്ലിപ്കാർട്ടും ഡേ ടു ഡേ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇൻഫോർമേറ്റീവ് സെല്ലിങ്ങിലൂടെ ഇന്ന് ഈ ഒരു കമ്പനിയും ഇൻഡസ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന കമ്പനിയും ഒരു യുണീക് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. സോ വരുന്ന ഒരു ചെറിയൊരു സമയം കൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് കൂടി വളരെ ബ്രീഫായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. മൂവിംഗ് ടു ദ പ്രോഡക്റ്റ് സെക്ഷൻ. ഇന്ന് വളരെ അഭിമാനത്തോടെ ഞങ്ങളുടെ കമ്പനി ഒരുപാട് വർഷങ്ങളുടെ റിസർച്ചിന് ശേഷം അവതരിപ്പിക്കുന്ന ഒരു ലേഡീസ് ഒൺലി കാറ്റഗറിയിൽ വരുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന സെലിബ്രേറ്റിംഗ് വുമൻഹുഡ് പ്രോഡക്ട്സ്. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, എസ്പെഷ്യലി 35-40 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകൾ ഒരുപാട് ഹോർമോൺ ഇംബാലൻസിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം ഒരുപാട് ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നു. ഈ ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്യാനായിട്ട് ഇൻക്യുമിൻ ഫ്യൂഷൻ എന്ന് പറയുന്ന ട്രേഡ് മാർക്കറ്റ് ആയിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, മെയിൻ ഇൻഗ്രീഡിയന്റ് ആക്കിക്കൊണ്ട് പീച്ച് ഫ്ലേവറിൽ കമ്പനി അവതരിപ്പിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ്. ഇത് പ്രൊവിഷണൽ പേറ്റന്റഡ് ആയിട്ടുള്ള, മറ്റാർക്കും കോപ്പി ചെയ്യാൻ പറ്റാത്ത പ്രൊവിഷണൽ പേറ്റന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം കൂടിയിട്ടാണ്. സോ ആ ഒരു ഉൽപ്പന്നത്തെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. ആ വീഡിയോ കണ്ട് നമുക്ക് മടങ്ങി വരാം. Women are the pillars of society, the key to sustainable growth and quality of life in the family. The role of women has evolved from a homemaker to working professional. But balancing household and career drains a lot of physical and mental energy, and they fall prey to several health complications. Are you aware that 1 in 5 women have PCOS? If it's not controlled in the beginning, then there might be serious complications. Obesity, bone and joint pain, diabetes, blood pressure, depression and anxiety. That's why our revolutionary women-centric product Eye Care has been introduced, keeping in mind their well-being. Who cares about others? This peach-flavored wellness drink is a unique natural formulation derived from the basics of Ayurveda and scientifically validated with incumin fusion. It consists of boswellia, asparagus, valeria, and bioavailable curcumin as its key ingredient. Eye Care is a nutritional supplement created exclusively for women above 35 years of age. Regular intake can revitalize your holistic health. Let's celebrate healthy womanhood every day. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പ്രോഡക്റ്റ് ഐ കെയർ. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ, അമ്മമാർക്കും ഭാര്യമാർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് പോലും കൊടുക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഐ കെയർ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ഒരു കമ്പനി ആദ്യമായി അവതരിപ്പിക്കുന്ന ഉള്ളിൽ കഴിക്കുന്ന ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണ്. ഇറ്റ്സ് നൺ അതർ ദാൻ ഐ ഗ്ലോ എന്ന് പറയുന്ന ഒരു അൺഡിനൈഡ് ബ്യൂട്ടി പ്രോഡക്റ്റ്. സൗന്ദര്യം ആഗ്രഹിക്കാത്തവരോ ആസ്വദിക്കാത്തവരോ ആയിട്ട് നമ്മളുടെ കൂട്ടത്തിൽ ആരും കാണില്ല. നമ്മുടെ സ്കിൻ, എൻറ്റയർ ബോഡിയിലെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന സാഫ്രോൺ അഥവാ കുങ്കുമം, കശ്മീർ വാലിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കുങ്കുമം പ്രധാന ചേരുവയാക്കിക്കൊണ്ട് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള 4 ഫ്ലേവേഴ്സിൽ ചെറിയ പ്രൊഫൈൽ പൗച്ചസ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. സോ ആ ഒരു വീഡിയോ കൂടി കണ്ട് നമുക്ക് മടങ്ങി വരാം. Hello friends, I will introduce you all to an awesome Nutri-Cosmetic product from Indus Viva, the Eye Glow. Eye Glow is first of its kind internal cosmetic product which is composed of herbal ingredients and antioxidants which conditions your beauty from inside and makes your skin glow outside. Eye Glow is presented to you in 4 mouth-watering flavors of strawberry, blackcurrant, mango and orange. Eye Glow is 100% natural product composed of best quality saffron sourced from Kashmir Valley, known for its skin moisturizing and skin healing properties
since the times of Ayurveda. Apart from saffron, iGlow also contains the goodness of natural plant collagen, grapeseed extract, licorice extract, kojic acid, natural lutein and coenzyme Q10. iGlow helps in skin lightening, anti-aging, skin moisturizing, reduces dark spots and pimples. It also purifies your blood and detoxifies your liver, which improves your skin health and gives you the best complexion. iGlow is suitable for all age groups and skin types. It is suitable for men, women and kids across all age groups and with no side effects. For better results, you can consume up to 2 iGlow sachets per day, preferably 15 minutes after food. Gulp an iGlow right away and rejuvenate your skin. So, ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് iGlow. മൂവിംഗ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇന്ന് വേൾഡിലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റ് കാറ്റഗറിയിലെ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ iSlim Flat Tummies. ശരീരത്തിന്റെ ഉയരത്തിനനുസരിച്ച് നമ്മുടെ ഭാരം നിലനിർത്താൻ സഹായിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്രൊഫഷണൽ പേറ്റന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് iSlim Flat Tummies ബാർ. നമ്മളുടെ വൈകുന്നേരത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു ബാർ 75 ഗ്രാംസിന്റെ ബാർ കഴിച്ചുകൊണ്ട് ഒരു മാസം കൊണ്ട് 1 കിലോ മുതൽ 6 കിലോ വരെ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു പേറ്റന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ അവൈലബിൾ ആണ്, കണ്ട് നമുക്ക്. Are you unable to manage your weight due to hectic schedule and unhealthy lifestyle? If so, then there's a fabulous weight management product from Indus Viva, iSlim Flat Tummies. Unlike other protein-based slimming bars available in the market, iSlim Flat Tummies is rich with patented herbal concoction for effective weight loss. This bar is presented to you in 4 mouth-watering flavors of mango, orange, vanilla and chocolate. iSlim is composed of patent smart ingredients which includes Coleus Force-Coli, known for reducing weight, Salacia, which reduces impaired sugars, and Sesame Indicum, which effectively reduces cholesterol. It is also composed of multivitamins, multiminerals, dry fruits and nuts, natural fibers, protein which helps in controlling overweight and obesity. In addition to this, iSlim Flat Tummies is 100% natural. There are no side effects, therefore safe to be consumed across all age groups. For effective results, iSlim Flat Tummies bar must be consumed between 7 p.m. to 9 p.m. after an optional light dinner at 6 p.m. Drinking approx 3.5 liters of water every day is highly recommended along with appropriate diet and exercise. iSlim Flat Tummies is a wonderful product for effective weight management. Now it's your turn to start having iSlim. Will you? സോ ഏത് പ്രായത്തിലുള്ളവർക്കും ചെറിയ കുട്ടികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള പാർശ്വഫലങ്ങളും ഇല്ലാത്തൊരു ഉൽപ്പന്നമാണ് iSlim Flat Tummies. നെക്സ്റ്റ്, മൂവിംഗ് ടു ദ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അടുത്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്ലഡ് ഷുഗർ സപ്പോർട്ട് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യാധിയാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെ? ഈ പ്രമേഹം എന്നാൽ ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു അസുഖമാണോ? ഒരിക്കലുമല്ല. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദത്തിന്റെ മൂലഗ്രന്ഥങ്ങൾ ഇതേ പ്രമേഹത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. മധുമേഹയ്ക്ക് ഉത്തമം ഏകനായകം എന്ന് പറയുന്നത്. ഏകനായകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ഹെർബാണ് സലേഷ്യ റെട്ടിക്കുലേറ്റ എന്ന് പറയും. ഈ ആയുർവേദത്തിന്റെ മൂല്യങ്ങളെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി മോളിക്കുലർ സയൻസിന്റെ സഹായത്തോടുകൂടി ത്തിൽ നിന്നും ഒരു എലമെന്റിനെ വേർതിരിച്ചെടുത്തു. അതിന് പേറ്റൻസി ലഭിക്കുകയുണ്ടായി. സെൽസിറ്റാൽ എന്ന പേരിൽ ഒരു മോളിക്യൂളാണ്. ആ സെൽസിറ്റാൽ മനുഷ്യ ശരീരത്തിലെ പ്രമേഹത്തിനെ ആരോഗ്യകരമായിട്ട് നിലനിർത്തുമെന്ന് ലോക ആരോഗ്യ സംഘടനയുടെ ഉൾപ്പെടെ ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി ഓഫ് ഇന്ത്യ CTRL ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന മോളിക്യൂളാണ്. ഈ മോളിക്യൂൾ പ്രധാന ഇൻഗ്രീഡിയന്റ് ആയിക്കൊണ്ട് കർണാടകയിലെ കൂർഗ് മേഖലയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സുപ്പീരിയർ ക്വാളിറ്റി കോഫി ബീൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ കമ്പനി ഇറക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് iCoffee എന്ന് പറയുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ആൻഡ് ഓതന്റിക് ആയിട്ടുള്ള ഒരു കോഫിയുടെ ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കോഫി പൗഡർ. സോ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഷോർട്ട് വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്, അതുകൂടി കണ്ട് നമുക്ക് മടങ്ങി വരാം. Did you know India is known as the diabetes capital of the world? It is recorded that the diabetic population in the country is increasing at an alarming rate.
it is close to hit the shocking mark of 69.9 million by 2025 and 80 million by 2030. Considering these facts, Indus Viva has come out with a wonderful product, iCoffee. As you all know, coffee is the most consumed beverage in the world. But what you didn't know that it supports healthy blood sugar. iCoffee is a revolutionary product available in 2 variants, Crema and Black. This premium blend is brewed from the superior coffee beans available in the Coorg region of Karnataka. iCoffee is enriched with the goodness of Salsatil, a patented herbal blend from the roots of Salacia, also known as Yekanaikam or Saptaranga. Since 5000 BC, it is popular for managing diabetes, hence used as a key ingredient in iCoffee. iCoffee is a holistic health supplement suitable for all age groups in effective sugar management. It is recommended to consume iCoffee twice daily, half an hour before meal. Replace your regular coffee with iCoffee without compromising the authentic taste of coffee. So this is all about the product iCoffee. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് നമ്മുടെ തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. പേരിനകത്ത് തന്നെ എന്റെ ജീവിതശൈലി മാറിയപ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പോലും പറയുന്നത് ശരാശരി ഒരു ഫ്രൂട്ടേറിയനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു ദിവസം പെർ ഡേ മിനിമം 3.5 kg അഥവാ 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കണമെന്ന്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഇന്നത്തെ ഫുഡ് ഹാബിറ്റിനനുസരിച്ച് 3.5 കിലോ പോയിട്ട് 35 ഗ്രാം പോലും നമുക്ക് കിട്ടുന്നില്ല, നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാനൊരു മനോഹരമായിട്ടുള്ള ഒരു പഴത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ബ്രസീൽ ആമസോൺ മഴക്കാടുകളിൽ അബണ്ടന്റ് ആയി കാണപ്പെടുന്ന അസായ് ബെറി എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് ഇന്ന് ലോകത്ത് കണ്ടുപിടിച്ചതിൽ വെച്ച് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റും ആന്റി ഏജിങ് സപ്പോർട്ടിങ്ങും ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഒരുപാട് പഠനങ്ങൾ ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ 60-ലധികം പഠനങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നും ആന്റി ക്യാൻസർ സപ്പോർട്ട് ആണ് എന്നും പഠനങ്ങൾ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസ അവരുടെ ശാസ്ത്രജ്ഞർ അഥവാ ഓസ്ട്രോണോട്സിന് വേണ്ടിയിട്ട് അവർക്ക് റേഡിയേഷൻ ഫ്രീ റേഡിയേഷനിൽ നിന്നും ക്യാൻസറും മറ്റു രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഇതേ അസായ് ബെറി പ്രധാന ചേരുവയാക്കിക്കൊണ്ട് അമേരി സയൻസ് 10 എന്ന പേരിൽ ഒരു സ്പേസ് വിംഗ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി ഇതേ അസായ് ബെറിയും മറ്റ് 5ഓളം ബെറീസും 10ഓളം സീസണൽ ഫ്രൂട്ട്സിന്റെയും കൂടെ ഒരു സിനർജറ്റിക് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അവതരിപ്പിക്കുന്നത്. ഇറ്റ്സ് നാൺ അതർ ദാൻ iPulse എന്ന് പറയുന്ന ഒരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ്. ഒരു 30 ml iPulse twice a day 60 ml കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 26ഓളം ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും ഇതൊരു അസുഖത്തിനെതിരെയുള്ള മരുന്നല്ല. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവിഷണൽ പേറ്റന്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. ആ ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടി കണ്ട് നമുക്ക് പറയാം. Do you know what's tasty as well as healthy? The super brand from Indus Viva, iPulse. It is the best immune booster, multi-fruit juice known for its functional health benefits. iPulse is specifically recognized for its cardioprotective benefits. The driving force behind the cardioprotective actions of iPulse is the flavonoids, which act as antioxidants, which decrease of 1,02,700. Apart from acai berry, iPulse also has a blend of 14 other antioxidant fruits. With an ORAC score of 7,000 and the benefit of 3.5 kilograms of freshly plucked fruits, 60 milliliters of iPulse can work wonders. iPulse is a super juice not only by its composition, but also because it undergoes very stringent quality checks at all the points of the manufacturing process, right from sourcing of raw materials to dispatch of the final product. High-end analytical equipment are involved in the analysis of this super juice to give you the best of the product experience. A clinically tested product for its safety and efficacy. iPulse is effective in supporting
healthy lipid levels, and blood pressure, providing complete heart protection, healthy digestion, and overall well-being. iPills can be safely used across all age groups without worrying much about the side effects. For effective results, you may consume 30 milliliters of iPills twice daily, 30 minutes before meal. Consume iPills for a happy and healthy life. So this is all about the product iPills. ഇത്തരത്തിൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പേറ്റന്റഡ് ആയിട്ടുള്ള 5 വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ് ഉള്ള ഉൽപ്പന്നങ്ങളാണ്. iPilsനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ജേണൽ ഫോർ ഇന്നോവേറ്റീവ് റിസർച്ച് ഇൻ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡിൽ റിപ്പോർട്ടുള്ള പേപ്പർ റിസർച്ച് ജേണൽ ഒരു ഉൽപ്പന്നമാണ്. അതേസമയം iCoffee എടുത്ത് നോക്കുകയാണെങ്കിൽ ജേണൽ ഓഫ് മെഡിസിനൽ ഫുഡിൽ റിസർച്ച് പബ്ലിഷ് ചെയ്ത ഒരു ഉൽപ്പന്നമാണ്. അറ്റ് ദ സെയിം ടൈം ഐസ്ലിം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ജേണൽ ഓഫ് ഫാർമസി ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽ റിസർച്ചിൽ ഇന്റർനാഷണൽ ജേണൽ പബ്ലിഷ് ചെയ്ത ഉൽപ്പന്നങ്ങൾ. ഇത്തരത്തിൽ നമ്മുടെ കമ്പനി മുമ്പോട്ട് വെക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള അതിന്റെ എഫിഷ്യൻസിയും എഫിക്കൻസിയും പ്രൂവൺ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ന് ഇൻഡസ് മുമ്പോട്ട് വെക്കുന്നത്. ഈ ഒരു ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ നമ്മൾക്കും ഒരു എന്റർപ്രണറിയൽ ജേർണി അഥവാ സംരംഭകത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ കണ്ട 6-5 ഉൽപ്പന്നങ്ങൾ ഏത് ഉൽപ്പന്നമാണോ ആവശ്യം നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും അത് അവരിൽ നിന്ന് വാങ്ങുക. ദെൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾ ഹാപ്പി ആണ് എന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ഒരു വിവ റീറ്റെയിൽ അഥവാ VR എന്ന പേരിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ദെൻ നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു ഫീലിങ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ കമ്പനിയുടെ ഒരു 3D സപ്പോർട്ടോട്, എന്താണ് 3D സപ്പോർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി, ആ ഒരു വ്യക്തിയുടെ സ്പോൺസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സപ്പോർട്ടും, അതോടൊപ്പം വൈബ്രന്റ് വിവ എന്ന് പറയുന്ന കമ്പനിയുടെ ഓൺ ആൻഡ് ഓപ്പറേറ്റർ ആയിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഇത്തരത്തിൽ വെർച്വലിയും ഫിസിക്കലിയും ഒക്കെ നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെയും മറ്റ് ബിസിനസിന്റെ ഒക്കെ ട്രെയിനിങ് ആ വൈബ്രന്റ് നൽകുന്നുണ്ടായിരിക്കും. ഇൻഡസ് വിവ എന്ന് പറയുന്ന ഈ കമ്പനി കൃത്യസമയത്ത് നിങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരുക, നിങ്ങളുടെ റെമ്യൂണറേഷൻ അയച്ചു തരിക തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി നോക്കുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ ഒരു 3D സപ്പോർട്ടോടുകൂടി നിങ്ങളുടെ ആ ഒരു സാറ്റിസ്ഫൈഡ് ഉള്ള ഫീലിംഗ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സെൽ ആൻഡ് ഏൺ. ഇവിടെ നിങ്ങൾ കണ്ട വീഡിയോസ്, ഇത്തരത്തിൽ ഷോർട്ട് വീഡിയോസും ഡോക്ടേഴ്സിന്റെ വീഡിയോസും പല ഭാഷകളിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിലേക്ക് അയച്ചു കൊടുക്കുക. ആരാണ് ടാർഗറ്റഡ് കസ്റ്റമേഴ്സ്? നിങ്ങളുടെ ഫാമിലിയിൽ ഒരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ കോഫിയുടെ ടാർഗറ്റഡ് കസ്റ്റമർ ആണ്. അവരിലേക്ക് അയച്ചു കൊടുക്കുക. അവരതിനെ റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ VR ആയിട്ട് എൻറോൾ ചെയ്യുന്ന സമയത്ത് കമ്പനി നൽകുന്ന ഒരു അഫിലിയേറ്റഡ് ലിങ്ക് കാണും. ആ ലിങ്ക് അവരിലേക്ക് അയച്ചു കൊടുക്കുക. ആ ലിങ്കിലൂടെ കമ്പനി വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ബന്ധു ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി 500 രൂപ വെച്ച് അയച്ചു തരുന്നുണ്ടായിരിക്കും. ഇനി കൂടുതൽ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പ്രോഡക്റ്റിന്റെ സെല്ലിങ്ങിന്റെ വലിപ്പം കൂട്ടിയാൽ മതി. നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാൻ ഇന്ത്യയിൽ നിങ്ങളാണ് ഏറ്റവും അധികം പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന വ്യക്തിയെങ്കിൽ കമ്പനി ഫസ്റ്റ് പ്രൈസ് ആയിട്ട് 50,000 rupees നൽകുന്നുണ്ടായിരിക്കും. സെക്കൻഡ് പ്രൈസ്, രണ്ടാം സ്ഥാനത്ത് നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ 25,000 rupees നിങ്ങൾക്ക് നൽകുന്നുണ്ടായിരിക്കും. അതുമല്ല, ചെറിയ രീതിയിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെയാണ് നിങ്ങൾ പ്രോഡക്റ്റ് സെയിൽസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഡിജി റോക്ക് സ്റ്റാർ ബോണസുകളായിട്ട് മിനിമം ഒരാഴ്ച മുതൽ 4 ആഴ്ച വരെ അടങ്ങുന്ന ഒരു സൈക്കിളിൽ ഒരു 40 പ്രോഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ കമ്പനി അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു 4 പ്രോഡക്റ്റ് അയച്ചു തരുന്നുണ്ടായിരിക്കും. അതല്ല, ഒരു 24 പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് 2 പ്രോഡക്റ്റുകൾ കമ്പനി ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 4 ആഴ്ച അടങ്ങുന്ന ഒരു സൈക്കിളിൽ നിങ്ങൾ മിനിമം ഒരു 12 പ്രോഡക്റ്റിന്റെ കച്ചവടം നൽകുകയാണെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ടായിരിക്കും. ഇവിടെ ശരിക്കും ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി ഒരു റൈറ്റ് കരിയർ ഓപ്ഷൻ ആണ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു തരുന്നത്. നമുക്ക് ഇവിടെ ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ബിസിനസ് പെർഫോമൻസിനനുസരിച്ച് 16ഓളം റാങ്കുകൾ ഈ കമ്പനി നമ്മൾക്ക് നൽകുന്നുണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ഒരു റാങ്ക് ആണ് സ്റ്റാർ എന്ന് പറയുന്ന റാങ്ക്. ഈ സ്റ്റാർ റാങ്ക് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾ VR ആയിട്ട് എൻറോൾ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് VBO അഥവാ വിവ ബിസിനസ് ഓണർ ആയിട്ട് കമ്പനി നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ VBO ആയാൽ മാത്രമേ കമ്പനി നൽകുന്ന എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ VBO ആകാം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സ്റ്റാർ റാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം? നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1 മുതൽ 4 ആഴ്ചക്കകത്ത് ഒരു കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 ആഴ്ചകൾ കൊണ്ട് ഒരു 12 പ്രോഡക്റ്റുകൾ, അതും 6 യുണീക് കസ്റ്റമേഴ്സിലേക്ക്, നിങ്ങൾക്ക് ഇവിടെ പിക്ചറിനകത്ത് കാണാം, നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്കിള്, നൈബർ, കസിൻസ്, കൊളീഗ്സ്, ആന്റി തുടങ്ങിയ മിനിമം
കസ്റ്റമറിലേക്ക് ഒരു 12 പ്രോഡക്റ്റുകൾ റീറ്റെയിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമ്പനിയുടെ സ്റ്റാർ റാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഈ സ്റ്റാർ റാങ്ക് അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾ VB ആവുന്നതിലൂടെ കമ്പനിയുടെ മറ്റെല്ലാ ബെനിഫിറ്റ്സും നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഫർദർ വിവ റീറ്റെയിലേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇവിടെ കമ്പനി നൽകുകയാണ്. അങ്ങനെ റിക്രൂട്ട് ചെയ്ത വിയാസിനെ കൊണ്ട് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ നടക്കുന്ന ബിസിനസിനനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്ന വോളിയത്തിനനുസരിച്ച് കമ്പനി നിങ്ങൾക്ക് വരുമാനം അഥവാ കമ്മീഷൻ അയച്ചു തരുന്നുണ്ടായിരിക്കും. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ വിവൈറ്റ്സ് പ്രൈസിന്റെ 20% നമ്മൾ ഡയറക്റ്റ് കച്ചവടം ചെയ്താലും ഇനി നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്ത വിയാസോ വിബിയോസോ ചെയ്യുന്ന കച്ചവടത്തിന്റെ 5% കമ്പനി എല്ലാ ആഴ്ചയിലും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നുണ്ടായിരിക്കും. ഇത്തരത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നതിലൂടെ ബിസിനസ് ഓപ്പണിംഗ് ബോണസും തുടങ്ങി റോയൽറ്റി വരെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള 8ഓളം അഡീഷണൽ ബെനിഫിറ്റ്സും കമ്പനി അയച്ചിരുന്നുണ്ടായിരിക്കും. ഈ ഒരു പ്രസന്റേഷന്റെ സമയക്കുറവ് കാരണം ഓരോ ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ച വ്യക്തിയുമായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഓരോ ആഴ്ചയിലുമാണ് കമ്പനി ബിസിനസ് ഇവാലുവേറ്റ് ചെയ്തു. സാറ്റർഡേ തുടങ്ങി ഫ്രൈഡേ അവസാനിക്കുന്ന ബിസിനസ് വീക്കിൽ ഫ്രൈഡേ കട്ട് ഓഫിന് ശേഷം നമ്മുടെ ഓർഗനൈസേഷനിൽ നടന്ന ബിസിനസ്സിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള വരുമാനം നെക്സ്റ്റ് 2-3 ഡേയ്സ് കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരുന്നുണ്ടായിരിക്കും. ഈ ഒരു സാധ്യത പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ടു. വരുന്ന ഒരു 90 ദിവസം കൊണ്ട് ഈ കമ്പനിയുടെ സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്കിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ആവാൻ തയ്യാറായി കഴിഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും വരുന്ന ഒരു 1000 ഡേയ്സ് കൊണ്ടും വീക്കിലി 1 lakh rupees ഏൺ ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ അഥവാ ഒരു സംരംഭകനാവാൻ നിങ്ങൾക്ക് അത്തരത്തിൽ മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അത്രയ്ക്കും ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ആണ് ഇവിടെ ഇൻഡസ് വിവ എന്ന് പറയുന്ന കമ്പനി നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ റോബർട്ട് ക്യൂസിയുടെ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇന്ന് ലോകത്ത് ഫൈനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മുഴുവൻ വ്യക്തികളും ഈ റൈറ്റ് ക്വാർട്ടറിലുള്ള ആളുകളാണ്. നമ്മളെ സംബന്ധിച്ച് ഏതൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളായിക്കോട്ടെ, 0 ഇൻവെസ്റ്റ്മെന്റിൽ ഇപ്പോൾ നിൽക്കുന്ന എംപ്ലോയി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ക്വാർട്ടറിൽ നിന്നും ക്വാർട്ടറിന്റെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് റൈറ്റ് ക്വാർട്ടറിൽ അഥവാ ബിസിനസ്മാൻ കാറ്റഗറിയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇറ്റ്സ് നൺ അതർ ദാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണ്. ഈ ഒരു മേഖലയിൽ തന്നെ ഇന്ത്യയിൽ പകരക്കാരില്ലാത്ത ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. പകരക്കാരില്ല എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ഒരു 9 വർഷത്തെ ചൈത്രയാത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് പാൻ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ഡിസംബർ 31 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യയിൽ 78-ലധികം ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്തൊരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റും ആ 78-ൽ 17 നമ്മളുടെ കേരളത്തിൽ നിന്നാണ് എന്നുള്ളത്. അപ്പം അത്രയും പൊട്ടൻഷ്യൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു കമ്പനിയുടെ ഒരു നെക്സ്റ്റ് മിഷൻ എന്ന് പറയുന്നത് തന്നെ വരുന്ന 2030 ഇപ്പോൾ നിലവിൽ 78 ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ 1000 ക്രോർപതീസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു മിഷനോട് കൂടിയിട്ടാണ് കമ്പനിയും മാനേജ്മെന്റും ഇവിടുത്തെ ഓരോ വീഡിയോസും വർക്ക് ചെയ്യുന്നത്. നിങ്ങളും തയ്യാറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളാവാൻ സാധിക്കുന്നുണ്ടായിരിക്കും. The question is, are you ready? My dear friends, ലോക പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ്, ഒരു മോട്ടിവേറ്റർ ആന്റണി റോബിൻസിന്റെ ഒരു കൊട്ടേഷൻ ഞാൻ ഇവിടുന്ന് കോട്ട് ചെയ്യാണ്. ഇൻ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്ഡ്. നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന മൊമെന്റിലാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഇതൊരു നല്ല അവസരം കേട്ടു. നിങ്ങൾ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലും ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ കഴിയുമ്പോഴും വലിയൊരു മാറ്റത്തിനൊരു തുടക്കമായിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ മേഖലയുടെ സാധ്യത മനസ്സിലായിക്കൊണ്ട് വേൾഡിലെ തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി, അണ്ണാ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കർണാടക യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റീസിൽ MCOM-നും BCOM-നും ഒരു ലേണിംഗ് സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയിട്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമ്മൾ ഇന്ന് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മുടെ അനുജന്മാരോ അനുജത്തിമാരോ നമ്മളുടെ മക്കളോ ഒക്കെ കോളേജിലും സ്കൂളിലും പോയി പഠിച്ചിട്ട് വന്ന് ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു മേഖലയുടെ സാധ്യത ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തെ പലർക്കും അറിയാമായിരിക്കും. ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് എയർലൈൻസ് എയർ ഏഷ്യയുടെ ഫൗണ്ടറാണ് ടോണി ഫെർണാണ്ടസ്. അദ്ദേഹം പറയുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ സ്പോൺസർ ചെയ്ത ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് കിട്ടിയ ബേസിക് ലെസൺസ് ആണ് എന്ന്. വിച്ച് മീൻസ്
ഈ മേഖലയിൽ മാത്രമല്ല, ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ എക്സ്പീരിയൻസ് പല മേഖലകളിലും നമ്മുടെ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെക്സ്റ്റ് ബാച്ച് വുഡ് കമ്പനി. നമ്മുടെ ഒരു കാർബൺ ന്യൂട്രൽ നേഷന്റെ ഭാഗമായിട്ട് ഒരു ഗ്രീൻ പ്ലാനറ്റ് മിഷന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് അവൈലബിൾ ആവുന്ന ഓരോ ഉൽപ്പന്നങ്ങളിനകത്തും ഹൈ ക്വാളിറ്റി സീഡ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വലിയൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ന് തന്നെ ഈ ഒരു കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ ഒരു ബ്രാൻഡ് ന്യൂ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിനായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്ബുക്ക് അടങ്ങുന്ന KYC ഡോക്യുമെന്റ്സ് നിങ്ങളുടെ ആ ഒരു സുഹൃത്തിന് അയച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് നിങ്ങളുടെ ആവശ്യമുള്ള റെക്കോർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കരിയർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, കൂടുതൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു അവസരം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ആയിട്ട് ആക്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു 7 ദിവസം കൊണ്ട് തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ആ വിളിച്ചുകൊണ്ട് വന്ന ആ ഒരു സുഹൃത്തിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ഒരു 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്ക് നിങ്ങൾ സ്റ്റാർ എന്ന് പറയുന്ന റാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന ഒരു VBO ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരിക്കൽ കൂടി ഒരു ഉചിതമായിട്ടൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തൻ തുണയ്ക്കട്ടെ, നിങ്ങൾ എല്ലാവരും തുണയ്ക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ടേക്ക് എ ഗുഡ് ഡിസിഷൻ, മേക്ക് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, വിഷിംഗ് ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് യുവ. താങ്ക് യു സോ മച്ച്. Okay, thank you so much, Fawaz Abdul Rashid sir, for a wonderful presentation. വളരെ മനോഹരമായിട്ട് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നും ഈ ഒരു കമ്പനിയുടെ ഐഡിയ എന്താണെന്നും എന്താണ് ഇവരുടെ ആശയമെന്നും വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന ഫവാസ് സാറിന് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്ത് തന്നെയായാലും ഒരുപാട് ആശയങ്ങളെ കുറിച്ച് പറഞ്ഞു, ഒരു വലിയൊരു 5 സ്റ്റാർ കമ്പനി, ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു തന്നു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യാം. സോ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റിയുടെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആയിട്ടുള്ള 2 വ്യക്തികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഒരു വ്യക്തിയെ ഇവിടെ സ്വാഗതം ചെയ്യാം. വൺ മിസ്സിസ് ഷാഹിദ മാഡത്തിനെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഒന്ന് വിളിക്കാം. ഷാഹിദ മാഡം, മോസ്റ്റ് വെൽക്കം. സർ, എന്റെ വോയിസ് ഓഡിയബിൾ ആണോ? യെസ്, ഓഡിയബിൾ ആണ്. ഗുഡ് ഈവനിങ് ഓൾ. എന്റെ പേര് ഷാഹിദ, സ്വദേശം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. കമ്പനിയുടെ അമേസിംഗ് പ്രോഡക്റ്റ് ആയ ഐപ്പൾസ് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ആണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. എനിക്ക് ബാക്ക് പെയിന്റെ അസുഖമായിരുന്നു. ഏകദേശം 5 വർഷത്തോളം പഴക്കമുള്ള ആ ഒരു ബാക്ക് പെയിന്റെ അസുഖമാണ്. ഇംഗ്ലീഷ്, ഹോമിയോ, അതുപോലെ ആയുർവേദിക് എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ എടുത്തിരുന്നു. ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ, ആ മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് ഉണ്ടായിട്ടുള്ളൂ. ആ മെഡിസിൻ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് അസുഖം വീണ്ടും എത്തിപ്പെടും. അപ്പോഴാണ് ഷിഹാബുദ്ദീൻ സർ വഴി ഈ ഒരു അമേസിംഗ് പ്രോഡക്റ്റ് ആയ ഐപ്പൾസ് എന്റെ വീട്ടിലെത്തുന്നത്. ഞാൻ ഓൾറെഡി ടൈലറിങ് ചെയ്യുന്നുണ്ടായിരുന്നു, കഷ്ടപ്പെട്ട് പഠിച്ചൊരു മേഖലയാണ്. ആ ടൈലറിംഗ് ഡോക്ടേഴ്സ് പൂർണ്ണമായിട്ട് നിർത്താൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു ആ ഒരു ടൈലറിംഗ് നിർത്തിയാൽ അസുഖം ഒരു പക്ഷേ മാറാം എന്ന് പറഞ്ഞു. അങ്ങനെ ടൈലറിംഗ് നിർത്തി, എന്നിട്ടും അസുഖം അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഷിഹാബുദ്ദീൻ സർ വഴി ഐപ്പൾസ് എന്റെ വീട്ടിലെത്തിയത്. ആ ഒരു ഐപ്പൾസ് സാർ പറഞ്ഞു 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സാറിനോട് പറഞ്ഞു ഒരു ബോക്സ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു. ഐപ്പൾസ് ഉപയോഗിച്ച് ഏകദേശം 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ അസുഖത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറവുണ്ട്. ഈ ഒരു ഐപ്പൾസ് ഒരു ബോക്സ് 16 ദിവസം ഐപ്പൾസ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു. എന്റെ അസുഖം പൂർണ്ണമായിട്ട് തന്നെ മാറി എന്ന് പറയാം. കാരണം ഷോൾഡറിന്റെ അവിടെ നല്ലൊരു നീർക്കെട്ട് ഉണ്ടായിരുന്നു. ആ നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറി. ഇന്ന് ഏകദേശം 1 വർഷവും 3 മാസവും ആയി. ആ ഒരു അസുഖം പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ഓൾറെഡി ടൈലറിങ്ങും ചെയ്യുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇൻഡസ് വിവ. Okay, thank you so much, madam, for your wonderful, valuable experience sharing. വളരെ മനോഹരമായിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമറുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ പറ്റി. ഒരു മാഡത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. വൺ മിസ്സിസ് ജിത മാഡം, മോസ്റ്റ് വെൽക്കം. പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി ഒരു മാഡം അവൈലബിൾ ആണ്. ജിത മാഡം, ഓക്കെ. ഹലോ, ഗുഡ് ഈവനിങ് ടു എവരിബഡി. എന്റെ പേര് ജിത ദിനേഷ് എന്നാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ് സ്വദേശം. നമ്മളുടെ ഈ ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഐക്കോഫി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത റിസൾട്ട് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.
എനിക്ക് 14 വർഷമായിട്ട് ഡയബറ്റീസ് ഉള്ള ഒരാളാണ്. കാരണം പ്രഗ്നൻസിയിൽ വരികയും പിന്നീട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായ ഒരു വ്യക്തിയാണ്. ഡയബറ്റിക് ഫുട്ടാണ്. കാലിലൊക്കെ ചെറിയ സ്ക്രാച്ച് വന്നാൽ പോലും വലിയ വൂണ്ടായി മാറി. അത് ഒരു 2.5 വർഷമൊക്കെ കാലിന്റെ മുറിവ് കെട്ടി നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് കഷായങ്ങളും ആയുർവേദ മെഡിസിനും അതേപോലെ അലോപ്പതിയും ഇൻസുലിനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡയബറ്റിക് സെന്ററിലൊക്കെ ഒരുപാട് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ ഈ കാലിന്റെ മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 2.5 വർഷം കെട്ടിക്കൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. അപ്പൊ കോഫി എനിക്ക് സജസ്റ്റ് ചെയ്തത് എന്റെ ഒരു ബന്ധുവാണ്. അപ്പൊ ആ ബന്ധുവിനോട് ഞാൻ പറഞ്ഞു, ഇത് ഇത്ര ഞാനധികം ഫണ്ട് ഇതിൽ ചെലവാക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, എങ്കിലും നിങ്ങളായതുകൊണ്ട് ഞാനതൊന്ന് കഴിച്ചു നോക്കാം. അങ്ങനെയാണ് ഞാൻ കോഫി യൂസ് ചെയ്യുന്നത്. കോഫി 2 ബോക്സ് യൂസ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്റെ മുറിവ് എന്ന് പറഞ്ഞാല് ഇടതുകാലിന്റെ തള്ളവലിന്റെ അടിയിൽ ഒരു വലിയ ഹോളായിരുന്നു. ആ ഹോള് മാംസം വന്ന് മൂടൂല, എപ്പോഴും ഇങ്ങനെ കെട്ടിക്കൊണ്ട് നടന്നിരുന്ന ആ ഹോള് മാംസം വന്ന് മുറിവ് കൂടി. അതാണ് എന്റെ റിസൾട്ട് ഉണ്ടായത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതേപോലെ ഇങ്ങനെയല്ല, ഭയങ്കര എനർജി ലെവൽ കുറഞ്ഞ ഒരാളായിരുന്നു. അപ്പൊ നമ്മളെ എനർജി ലെവൽ കൂടി, ക്ഷീണം മാറി. അങ്ങനെ വളരെ നല്ല റിസൾട്ട് കണ്ടപ്പോ എന്നെ പോലെ പ്രമേഹമുള്ള ആളുകളോട് ഞാൻ ഈ കോഫി സജസ്റ്റ് ചെയ്യാറുണ്ട്. എനിഹൗ, താങ്ക് യു ഇൻഡസ്വ, താങ്ക് യു ഐ കോഫി. ഓക്കെ, താങ്ക് യു സോ മച്ച് ജിത മാഡം. ഐ കോഫി യൂസ് ചെയ്ത് കൺസ്യൂം ചെയ്തതിനു ശേഷമുള്ള ഒരു അമേസിംഗ് റിസൾട്ട് മാഡം നമുക്ക് ഷെയർ ചെയ്ത് തന്നു. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. സോ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി? ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒക്കെ വിജയിക്കുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലൂടെ ലീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടോ? നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഇന്ന് ഈ കമ്പനിയിൽ തന്നെ ലീഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവിധം ലീഡേഴ്സിനെ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ടാവും. സോ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി നമുക്ക് പരിചയപ്പെടാം. മിസ്റ്റർ ആഷിഖ് സാറെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയാണ്. കാരണം ഒരു സെൽഫ് എംപ്ലോയി ആയിരിക്കും ഈ ഒരു മേഖലയോട്ട് കടന്നു വന്ന് ഒരുപാട് ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റർ ആഷിഖ് സാറെ കൃത്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിനോട് സ്വാഗതം ചെയ്യണം. ആഷിഖ് സർ, വെൽക്കം. ഓക്കെ, ഗുഡ് ഈവനിങ് സർ. എന്നെ പരിചയപ്പെടുത്തി, എന്റെ പേര് മുഹമ്മദ് ആഷിഖ്, സ്വദേശം വരുന്നത് മലപ്പുറത്താണ്. ഇൻഡസ്വ എന്ന് പറയുന്ന ഈ ഒരു മഹത്തരമായുള്ള അവസരം ഞാൻ ഏറ്റെടുത്ത് എന്റെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3.5 വർഷം പിന്നിട്ടു. ഒരു ഓട്ടോ ഡ്രൈവർ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുമെന്നും കരുതിയിട്ടല്ല ഈ ഒരു മേഖലയിലേക്ക് വന്നത്. ചെയ്യുന്ന ജോലിയുടെ കൂടെ ഒരു ദിവസം 500 രൂപയെങ്കിൽ 500 രൂപ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത്. പക്ഷെ ഇന്ന് ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഒരു മേഖലയിൽ വന്ന് ഏകദേശം ഒരു 30 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിക്കുവാനും കഴിഞ്ഞ ഒരു മാസത്തിലെ ഇൻകം ഏകദേശം 2 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിക്കുവാനും ഈ ഒരു അവസരത്തിലൂടെ എനിക്ക് സാധിച്ചു. ഇന്ന് എനിക്ക് 25 വയസ്സേ ആയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു എന്റെ നാട്ടിൽ ഇന്ന് 2 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങുന്ന ഒരു 25 വയസ്സുകാരൻ ഉണ്ടെങ്കിൽ അത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ലെവലിലേക്ക് എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റുവാനും ഓരോ രീതിയിലും, വാഹനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഫോണിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് മെച്ചപ്പെടുത്തുവാനും ഈ ഒരു അവസരത്തിലൂടെ എനിക്ക് സാധിച്ചു. അതുപോലെ നിങ്ങൾക്കും സാധിക്കുന്നുണ്ടാവും. നല്ലൊരു അവസരമാണ് നിങ്ങളെ കൈ കിട്ടിയിട്ടുള്ളത്. ഏറ്റെടുത്ത് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. തന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചെറിയൊരു വാല്യുബിൾ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് ഒരു പ്രൊഫഷണൽ മേഖലയിൽ നിന്ന് ഈ ഒരു അവസരത്തിലൂടെ കയറി വന്ന് ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഒരുപാട് ആൾക്കാരിലോട്ട് ലൈഫ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. മിസ്റ്റർ ഫായിസ് കോയ സർ, മോസ്റ്റ് വെൽക്കം സർ ഫോർ യുവർ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു സർ. പേര് പരിചയപ്പെടുത്തി, ഫായിസ് കോയ, മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ്. ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുകയും ജ്യേഷ്ഠ വൈഫിന് ഒരു സമയത്തുണ്ടായ കോംപ്ലിക്കേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയിൽ കൊണ്ടുപോയപ്പോൾ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞ കേസിന് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുകയും പ്രൊഡക്റ്റിന്റെ റിസൾട്ടിൽ ഒന്നുകൂടി ബോധ്യമാവുകയും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ക്യാൻസർ പേഷ്യന്റിന് പ്രൊഡക്റ്റ് കൊടുക്കേണ്ടതായി. ഒരിക്കലും ഒരു മെഡിസിൻ എന്ന നിലക്ക് അല്ലെങ്കിൽ പോലും അതിന് പ്രൊഡക്റ്റ് കൊടുക്കുകയും അദ്ദേഹത്തിന് മറ്റു നിവൃത്തികളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് 38 ലക്ഷം രൂപയോളം ചെലവഴിച്ച് മടക്കിവിട്ട അദ്ദേഹം പോലും ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 1.5 മാസം കൊണ്ട് തിരിച്ച് സൗദി അറേബ്യയിലേക്ക് വണ്ടി കയറിയെന്ന് കേട്ടപ്പോൾ ഇത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പെയ്ഡ് ചാരിറ്റി എന്ന നിലക്ക് ആളുകൾക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന നിലയ്ക്കാണ് ഈ പ്രൊഡക്റ്റ് ഏറ്റെടുക്കുകയും ഈ ബിസിനസ് ഏറ്റെടുക്കുകയും 2019 നവംബറോട് കൂടിയിട്ട് എന്റെ ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം 2.5 വർഷത്തോളം കൊറോണ സമയത്തും ഒരു വരുമാനത്തിന് യാതൊരു മുടക്കമില്ലാത്ത രീതിയിൽ തന്നെ യാതൊരു തടസ്സമില്ലാതെ ഈ ബിസിനസ് ചെയ്യാൻ കഴിഞ്ഞു. അതിലൂടെ ഒരുപാട് പേർക്ക് ആരോഗ്യവും സമ്പത്തും എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്.
അപ്പൊ അതുപോലെ നിങ്ങൾക്കും നല്ല തീരുമാനം എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. Okay, thank you, sir. Thank you so much for your valuable experience. So, friends, ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന്റെ ഫൈനൽ സെഷനോട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ ഒരു കീനോട്ട് സ്പീച്ച് അവൈലബിൾ ആണ്. സോ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിന് വിളിക്കുന്ന സമയത്ത്. കാരണം ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് ഫവാസ് സർ പറഞ്ഞു, ഇന്ന് കേരളത്തിൽ ഏകദേശം 17ഓളം ആൾക്കാർ ഈ ഒരു കമ്പനിയിലൂടെ കരോർപതിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സ്വന്തം ലൈഫിൽ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടർമാരായി ഒരു VR ആയി തുടങ്ങി ഇന്ന് കമ്പനി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെന്ന് പറഞ്ഞു. സോ ഇന്ന് ഒരു കരോർപതി ഇന്ന് ഈ ഒരു പ്രോഗ്രാം നമുക്ക് അവൈലബിൾ ആണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ടീച്ചർ ആയിരിക്കും ഒരു മേഖലയോട്ട് കയറി വന്ന് ഒരു VR ആയി ഇന്ന് കമ്പനിയിലെ ഒരു ഡയമണ്ട്ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ VAC മെമ്പർ ആയിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരം ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം VAC ആയിട്ടുള്ള അവർ ഗ്രേറ്റ് ലീഡർ എക്സിക്യൂട്ടീവ് വൈ ഡയമണ്ട് ആയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം രാജേഷ് കുമാർ സാറെ ഈ ഒരു പ്രോഗ്രാമിന്റെ കീനോട്ട് സ്പീച്ചിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. രാജേഷ് കുമാർ സർ, മോസ്റ്റ് വെൽക്കം. Okay, thank you very much. Audible അല്ലേ? യെസ് സർ, ഓഡിബിൾ. ഓക്കെ, ഗുഡ് ഈവനിങ് ആൾ. ഞാൻ രാജേഷ് കുമാർ, മലപ്പുറം ജില്ലക്കാരനാണ്. ഇപ്പൊ കോഴിക്കോട് താമസം. വളരെ വളരെ സന്തോഷം. ഇത്രയധികം ആളുകളെ 257ഓളം ആളുകളെ ഈ ഒരു സമയത്ത് ഒരുമിച്ച് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ടു ടെക്നോളജി, റൈറ്റ്. സോ ഞാൻ പ്രൊഫഷണലി ഒരു അധ്യാപകനായിരുന്നു. ഇപ്പൊ മാന്യമായ ജോലിയാണ് അല്ലെ, ഒരു സംശയമില്ല. ടീച്ചിങ് പ്രൊഫഷൻ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. എങ്കിലും എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വന്നു അല്ലെങ്കിൽ മാറി ചിന്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോ ന്യൂ കമ്പേഴ്സ് ആയിട്ടുള്ള ഞങ്ങളുടെ ഗസ്റ്റുകൾ, വിശിഷ്ടാതിഥികൾ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതെങ്കിലും മേഖലയിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് മാന്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും, അതല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം, പഠനം കഴിഞ്ഞ് ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലിയോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ് കാറ്റഗറിയിലോ എന്തെങ്കിലും ഒരു തൊഴിൽ മാർഗം അല്ലെങ്കിൽ വരുമാന മാർഗം അന്വേഷിക്കുന്ന ആളുകളോ ഒക്കെ ആയിരിക്കാം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഇതിനകത്തുണ്ടാവും. ഒന്ന് ചിന്തിച്ചു നോക്കുക, ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വരുമാനം ഉണ്ടാവില്ല അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് പ്രൊഫഷനിൽ ഉണ്ടായിരുന്ന സമയത്തും അത് തന്നെയായിരുന്നു അവസ്ഥ. ജോലി ചെയ്യുമ്പം വരുമാനമുണ്ട്, ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊണ്ടു. എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. പക്ഷെ എന്താണ് അതിന്റെ നെക്സ്റ്റ് ഉണ്ടാവുന്ന കാര്യം? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വരുമാനത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ഫാമിലി എനിക്കുണ്ട്. എനിക്ക് ജോലി ഇല്ലെങ്കിൽ, എനിക്ക് വരുമാനമില്ലാത്തൊരു സാഹചര്യം വന്നാൽ, ഒരു പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല ഫിനാൻഷ്യലി. സോ ഈ ഒരു തിരിച്ചറിവാണ് ഞാൻ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള കാരണം. സോ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന, ഫിനാൻഷ്യലി സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു അവസരം അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്തും ഇന്ന് കമ്പനിയിലെ ഫാസ്റ്റസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ആൻഡ് VAC മെമ്പർ മിസ്റ്റർ ജീവാനന്ദ് സാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുന്നു. ആ സുഹൃത്തിനെ വിശ്വസിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തു. ഇപ്പോ 6.5 വർഷങ്ങളായി ഒരു പ്രൊഫഷനായി വളരെ പാഷനേറ്റ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകളിലേക്ക് പ്രൊഡക്റ്റുകളും ഓപ്പർച്യൂണിറ്റിയും കൊടുത്തു. അവരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള ഒരുപാട് ചേഞ്ചസ്, വളരെ പോസിറ്റീവ് ആൻഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. 10,000 കണക്കിന് ഫാമിലീസിൽ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ വളരെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സാധാരണ എംപ്ലോയി ആയിരുന്ന, ഒരു 20,000 രൂപ മാസശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന വെറും ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന, പ്രൈവറ്റ് സ്കൂൾ അധ്യാപകനായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 6.5 വർഷം കൊണ്ട് ഇന്ന് 3 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം, ഒരുപാട് കുടുംബങ്ങളിലേക്ക് ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം, സ്ഥിരമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒപ്പം ഇന്ന് എന്റെ ഫാമിലി സേഫ് ആണ്. 2020 മാർച്ച് മാസം മുതൽ നമുക്കറിയാം, അതിനുശേഷം കൊറോണയുടെ ആഫ്റ്റർ എഫക്ട്സ്, ലോക്ക്ഡൌൺ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാവരും നേരിട്ടതാണ്. ഒരുപാട് ആളുകൾക്ക് ജോലി പോലും നഷ്ടപ്പെട്ടു, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് കുടുംബങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലിയ പ്രതിസന്ധിയിലായി. ഈ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും 2020 മാർച്ച് മാസം മുതൽ ടിൽ ഡേറ്റ് എല്ലാ മാസവും
എന്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് കോ അപ്ലിക്കന്റ് ബോണസ് ആയിട്ട് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്ന 50,000 രൂപയാണ് മേടിച്ചത്. 1.5 ലക്ഷം രൂപ എവറി മന്ത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നിങ്ങൾ കേട്ട ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടോ ഒക്കെ തോന്നിയിട്ടുണ്ടാവാം. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പവറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുമാത്രം നീഡഡ് ആണ് എന്നുള്ളത്, ഈ പ്രോഡക്ട്സ് എന്തുമാത്രം നീഡഡ് ആണെന്നുള്ളത്. ഒരു പക്ഷെ ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രൊഡക്റ്റിന്റെ എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് അങ്ങനെ റിസൾട്ട് കിട്ടുന്നത്? അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ആരാണ്? നമ്മുടെ ശരീരമാണ്, അല്ലെ? ശരീരത്തിൽ ഉണ്ടാകുന്ന എന്ത് അബ്നോർമാലിറ്റിയും സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പ്രൊവൈഡഡ് അതിനാവശ്യമുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ. ഇന്നുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്, യാതൊരു സംശയമില്ല. സോ നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഗ്രാജുവലി നാളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അസുഖങ്ങൾ വന്നിട്ട് ചികിത്സിക്കാനാണോ താല്പര്യം, വരാതെ നോക്കാനാണോ? ബുദ്ധിപരമായ തീരുമാനം വരാതെ നോക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇന്നത്തെ ഭീമമായിട്ടുള്ള മെഡിക്കൽ എക്സ്പെൻസ് താങ്ങാൻ പറ്റുന്നതല്ല. ഒരു കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മുടെ ചുറ്റുവട്ടം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള, റിസൾട്ടഡ് ആയിട്ടുള്ള, ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഈ വെൽനസ് പ്രോഡക്ട്സ്, ഇതൊന്നും ഒരു അസുഖം മാറ്റാനുള്ള മരുന്നുകളല്ല, മറിച്ച് ആരോഗ്യം നിലനിർത്താനും മെയിൻറ്റെയിൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന പോഷകാഹാരങ്ങളാണ്. റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാളുടെ ശരീരത്തിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. കാരണം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ, ഭക്ഷണത്തിലൂടെ കിട്ടുന്നത് തികയാത്തത് എക്സ്ട്രാ കൊടുത്താൽ, ന്യൂട്രീഷൻ ശരീരത്തിന് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിനകത്തുള്ള എല്ലാ അവയവങ്ങളും പതുക്കെ പതുക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? ഏതൊരാളുടെ ശരീരത്തിലാണെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നന്നായി ഓർഗൻസ് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ അസുഖമാണോ ഉണ്ടാവുക, ആരോഗ്യമാണോ ഉണ്ടാവുക? ദാറ്റ് ഈസ് എ റിസൾട്ട്. വെരി സിമ്പിൾ. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്കും ഈ പ്രൊഡക്റ്റുകൾ കൊണ്ട് ഉപകാരമുണ്ടോ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ അത് ഉപയോഗിക്കാനുള്ള അവസരം ഈ കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതേസമയം താല്പര്യമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതൊരു വരുമാന മാർഗമായിട്ട്, ഒരു തൊഴിൽ അവസരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ട പണി എന്താണ്? ഓഫ് കോഴ്സ് ഇവിടെ അധ്വാനിക്കേണ്ടതുണ്ട്. വെറുതെ ഇരുന്നാൽ പൈസ കിട്ടില്ല. കാരണം ഇതുപോലത്തെ മേഖലകൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മേഖലയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നാളെ പറ്റിക്കുന്ന പരിപാടിയാണെന്നുള്ളൊരു ധാരണ പല ആളുകൾക്കുണ്ട്. അത് മണി ചെയിൻ ആണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ല. മണി ചെയിൻ ആണ് ആളെ പറ്റിക്കുന്ന പരിപാടി. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അംഗീകരിച്ച നിയമപരമായിട്ടുള്ള സംരക്ഷണമുള്ള ഒരു തൊഴിൽ മേഖലയാണ്, ഒരു ബിസിനസ് മോഡലാണ്. ഇവിടെയും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ കാണുന്ന പ്രൊഡക്റ്റുകളുടെ കച്ചവടം നമ്മൾ ചെയ്യണം. കമ്പനി ടു കസ്റ്റമർ എന്ന രീതിയിലുള്ള കച്ചവടം നമ്മൾ ചെയ്യണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും പണി നമ്മൾ ഇവിടെ ചെയ്യണം. പക്ഷെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഏതൊരു സാധാരണക്കാരനും ചെയ്യാം. നിങ്ങൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയോടൊപ്പം അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഷോപ്പ് വേണ്ട, സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ട, കൊണ്ടു നടന്ന് വിൽക്കേണ്ട, സമയപരിധി ഇല്ല, ഏരിയ ലിമിറ്റ് ഇല്ല, ടാർഗറ്റ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത്, കൺവീനിയന്റ് ആയിട്ടുള്ള സമയത്ത്, എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളുടെ കച്ചവടം നടത്താം. അതിന് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഈ കമ്പനി തരുന്നുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിവ റീറ്റെയിലർ എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഇറ്റ്സ് അപ് ടു യു. എത്ര വരുമാനം വേണമെങ്കിലും നിങ്ങൾക്ക് അതിലൂടെ റീറ്റെയിൽ ചെയ്യുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ ഒരു ഫാമിലിയെ ഫിനാൻഷ്യലി സേഫ് ആൻഡ് സെക്യൂർ ആക്കുന്ന രീതിയിൽ, ഒരു നെക്സ്റ്റ് ജനറേഷനെ പോലും സേഫ് ആൻഡ് സെക്യൂർ ആക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയൊരു ബിസിനസ് എന്ന രീതിയിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരു VBO ആവണം. വിവ ബിസിനസ് ഓണർ ആയിട്ട് മാറണം. അതെങ്ങനെയാകാൻ പറ്റുക എന്നുള്ളത് ഇന്ന് നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. സോ VBO ആയാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അവസരം കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വലിയ ഡിസ്ട്രിബ്യൂഷൻ ഓർഗനൈസേഷനിൽ നടക്കുന്ന പ്രൊഡക്റ്റുകളുടെ കച്ചവടം അനുസരിച്ച് വലിയ രീതിയിലുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈവൻ ആഴ്ചയിൽ 2,50,000 രൂപ പോലും നിങ്ങൾക്ക് ഈ ഓർഗനൈസേഷനിലുള്ള കച്ചവടത്തിന്റെ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഒരു സാധാരണക്കാരന് പോസിബിൾ ആണോ? യെസ്, ഓഫ് കോഴ്സ്
പോസിബിൾ ആണ്. കാരണം വാങ്ങിക്കൊണ്ടാണ് ഈ പറയുന്നത്. ആഴ്ചയിൽ 2,50,000 രൂപ വാങ്ങിക്കൊണ്ടാണ് ഈ പറയുന്നത്. സോ മൈ ഡിഫറൻസ്, ഇതാണ് ബിസിനസ്. ബിസിനസ് വളരുന്നതിനനുസരിച്ച്, വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് മറ്റു പല ബോണസുകളും നിങ്ങൾക്ക് ഇവിടെ ഏൺ ചെയ്യാൻ സാധിക്കും. സോ ഈ ബിസിനസിന്റെ ലോജിക് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മേഖലയായിട്ട് പോലും എന്തുകൊണ്ട് ഗവൺമെന്റ് ഈ മേഖലയെ ഇന്ന് ലീഗലൈസ് ചെയ്തിരിക്കുന്നു? ഇന്നൊരു മോണിറ്ററിംഗ് അതോറിറ്റി ഉണ്ട് ഈ മേഖലയ്ക്ക്, കൃത്യമായിട്ടുള്ള നിയമ സംവിധാനമുണ്ട് ഈ മേഖലയെ കൺട്രോൾ ചെയ്യാനായിട്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നു? ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പ്രൊഫഷനായിട്ട്, ഒരു കരിയറായിട്ട് ഏറ്റെടുക്കേണ്ട മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന്. വൈ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഗവൺമെന്റ് അത്ര സീരിയസ് ആയിട്ട് ഈ മേഖലയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇന്ന് ഗവൺമെന്റ് ഫേസ് ചെയ്യുന്ന വലിയ ചലഞ്ചസ് ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം. ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഈ പ്രോഗ്രാമിൽ ഉണ്ടാവും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് കിട്ടുന്ന ഒരു ജോലിയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അല്ല. അൺഎംപ്ലോയ്മെന്റും അണ്ടർ എംപ്ലോയ്മെന്റും ഇന്ന് വളരെ രൂക്ഷമാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ രീതിയിൽ വരുന്നതോടുകൂടി മാനുവൽ ആയിട്ടുള്ള വർക്കുകൾ ഒരുപാട് കുറയും. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ഇനിയും നഷ്ടപ്പെടും. തൊഴിലില്ലായ്മ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ഒരു മാനദണ്ഡമല്ലാതെ ഓൺട്രപ്രണർഷിപ്പ് എന്ന രീതിയിൽ, സംരംഭകൻ എന്ന രീതിയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന മേഖല വേണം. എന്ന് പറഞ്ഞാൽ ബിസിനസ് മേഖല വേണം. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു മേഖലയാണെങ്കിൽ മാത്രമേ സാധാരണക്കാരൻ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മേഖലയാണ് ഇന്ന് നിങ്ങൾ കേട്ട ഓപ്പർച്യൂണിറ്റി. സോ ഈ മേഖലയിലൂടെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് അവസരം കൊടുക്കാൻ പറ്റും. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകൾക്ക് അവസരം കൊടുക്കാൻ പറ്റും. തൊഴിലില്ലായ്മ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ പറ്റും. റിസഷൻ, സാമ്പത്തിക മാന്ദ്യം, എന്താണ് അതിനുള്ള സൊല്യൂഷൻ? അതിൽ നിന്നും കരകയറാനുള്ള സൊല്യൂഷൻ എന്താണ്? ഒരൊറ്റ വഴിയുള്ളൂ മൈ ഡിയർ ഫ്രണ്ട്സ്. സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആളുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ സാധാരണക്കാരന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വെറും 20,000 രൂപ മാസ ശമ്പളത്തിന് ജോലി ചെയ്തൊരു സാധാരണക്കാരൻ ഇന്ന് ഈ സൂം മീറ്റിംഗിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മാസം ആവറേജ് ഒരു 8 മുതൽ 10 ലക്ഷം രൂപയാണ് വരുമാനം. എനിക്ക് മാത്രമല്ല, എന്റെ കൂടെ വന്നിട്ടുള്ള ഒരുപാട് ആളുകൾക്കും വരുമാനം നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി. സോ സാധാരണക്കാരൻ സാമ്പത്തികമായിട്ട് ഈ രീതിയിലൂടെ വളരുമ്പം രാജ്യത്ത് റിസഷൻ ഇല്ലാണ്ടാവും. ഒപ്പം ഓരോ വിഭാഗക്കാരനും, വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഓരോ വിഭാഗക്കാരനും വരുമാനം ഉണ്ടാക്കുമ്പോൾ ഗവൺമെന്റ് കൃത്യമായിട്ട് ടാക്സ് കൊടുത്തുകൊണ്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത്. സോ സർക്കാരിന്റെ ഏക വരുമാന മാർഗമാണ് ടാക്സ്. സോ കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് ടാക്സ് ഇനത്തിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗവൺമെന്റും സമ്പന്നമാവും. രാജ്യത്ത് പുരോഗമനങ്ങൾ ഉണ്ടാവും. നമ്മുടെ രാജ്യവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് കുതിച്ചു കയറും വരുന്ന വർഷങ്ങൾ കൊണ്ട്. അതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി. ഈ സാധ്യത മനസ്സിലായത് കൊണ്ടാണ് ഗവൺമെന്റ് ഈ മേഖലയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ടൈം. നിങ്ങളൊരു ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആ മാറ്റം അത് ഉൾക്കൊള്ളാനുള്ള ഒരു വിവേകബുദ്ധി നിങ്ങൾ കാണിക്കുക. ഒരു സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾ കാണിക്കുക. ബിക്കോസ് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഫാമിലിയുടെ ലൈഫാണ്, അവരുടെ ഫ്യൂച്ചറാണ്. അത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച് സാധാരണക്കാരനെ പോലെ തന്നെ മരണപ്പെടണോ, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരും തലമുറകളെ പോലും സേഫ് ആക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്യണോ, ഈ നാടിന് നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യണോ? ഇറ്റ്സ് അപ് ടു യു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ കൺക്ലൂഡ്. വലിയൊരു മാറ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗതയിൽ ആ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല, അതിലൂടെ നിങ്ങളുടെ ഫാമിലിയെ ഫിനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? അടുത്ത തലമുറകളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളില്ലെങ്കിലും വളരെ സേഫ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി ജീവിക്കുമോ? അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ടത് മറന്നേക്ക്. ഇല്ലെങ്കിൽ ദിസ് ഈസ് എ ചാൻസ് മൈ ഡിയർ ഫ്രണ്ട്സ്. ദിസ് ഈസ് എ ചാൻസ്. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ച് തന്നെ നിങ്ങൾ ഉചിതമായുള്ള തീരുമാനം എടുക്കുക. നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ കഴിഞ്ഞ 8-9 വർഷങ്ങൾ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു വലിയൊരു ടീമിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങളും പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് നല്ല തീരുമാനം എടുക്കുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ.
Thank you so much, Rajesh Kumar sir, for your wonderful keynote speech and your valuable time. നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു സമയം തന്ന രാജേഷ് കുമാർ സാറിന് നമ്മൾ നന്ദി പറയുകയാണ് ആദ്യമായിട്ട്. എനിവേ ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രാധാന്യം എന്താണെന്നും ഈ ഒരു അവസരം എത്രത്തോളം പ്രാധാന്യമാണ് എനിക്കും നിങ്ങൾക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ ഫ്രണ്ട്സ്, ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ആൻഡ് മീ. ഈ ഒരു അവസരം വഴി ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ നേടിയെടുക്കാനും സർവശക്തൻ എന്നെ നിങ്ങളൊക്കെ തുണക്കട്ടെ എന്ന് വിഷയമാണ്.